നമ്മൾ മറ്റൊരാളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. അത് ഇനി എത്ര വേണ്ടപ്പെട്ടവരായാലും സുഹൃത്തുക്കളായാലും സൂക്ഷിച്ചേ പറ്റൂ. നമ്മുടെ ഫോൺ ഒരിക്കലും സേഫ് അല്ല. ഇപ്പോഴത്തെ ഒട്ടുമിക്ക ഫോണുകളും ഓട്ടോമാറ്റിക് റെക്കോർഡഡ് ആയിരിക്കും. നമ്മൾ സംസാരിക്കുന്നത് ഫോൺ റെക്കോർഡ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ തമാശയായിട്ടായിരിക്കും പലതും പറയുന്നത്. കേൾക്കുന്ന ആളും അപ്പോഴങ്ങനെ വിചാരിച്ചാലും പിന്നീട് നമ്മളെ മോശപ്പെടുത്തണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ ആ സംസാരം അവർക്ക് ഉപകരിക്കും. അങ്ങനെ ഒരു സംസാരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നമ്മുടെ പാലക്കാട് MLA-യും നടനുമായ രമേഷ് പിഷാരടി നടി ശ്വേതാ മേനോനോട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് എല്ലാവർക്കും ഒരു പാഠമാകണം. ആ സംസാരം കേട്ടാൽ അതിൽ അശ്ലീലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ലേ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ ഞാനേ നിങ്ങളുടെ ക്രൗൺ പ്ലാസ എന്താ പരിപാടി വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി? ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ഭർത്താവ് വന്നിട്ടാണോ പരിപാടി? ചില വാക്കുകൾ തമാശയായി പറയാം. പക്ഷേ അതേ വാക്കുകൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം ലഭിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിന് തെളിവാണിത്. ഇപ്പോൾ മലയാള സിനിമാ ലോകത്ത് അതാണ് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ നിലനിൽക്കുന്ന ആഭ്യന്തര തർക്കങ്ങൾ ഇതിനോടകം തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അതിനിടെയാണ് ഈ സ്വകാര്യ ഫോൺ സംഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. പ്രശ്നങ്ങൾ സമവായത്തിലൂടെ പരിഹരിക്കാനുള്ള ശ്രമത്തിനിടയിൽ നടന്ന ഒരു സംഭാഷണമായിരുന്നുവെന്നാണ് രമേഷ് പിഷാരടി പറയപ്പെടുന്നത്. എന്നാൽ പുറത്തു വന്നത് ഒരു പുതിയ വിവാദത്തിന് വഴി തുറക്കുന്നതാണ്. വിവാദമായ ആ സംഭാഷണത്തിൽ ശ്വേതാ മേനോൻ ഭർത്താവ് ഇന്ന് വൈകുന്നേരം വരും എന്ന് പറഞ്ഞപ്പോൾ അതിനു പിന്നാലെ രമേഷ് പിഷാരടി നടത്തിയ ചില പരാമർശങ്ങളാണ് ഏറ്റവും വലിയ കുറ്റമായി ചൂണ്ടിക്കാട്ടുന്നത്. ചിലരത് തമാശയായി കണ്ടപ്പോൾ മറ്റൊരു വിഭാഗം അത് ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് ആരോപിച്ച് കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. ഈ വിഷയത്തിൽ പ്രതികരിച്ച രമേഷ് പിഷാരടി ഇതൊരു ഓഡിയോ ലീക്ക് അല്ലെന്നും ബോധപൂർവം പുറത്തുവിട്ട റിലീസാണെന്നും ആരോപിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയാണ് താൻ ശ്വേതാ മേനോൻ ഉൾപ്പെടെ നിരവധി പേരുമായി മണിക്കൂറുകളോളം സംസാരിച്ചതെന്നും വ്യക്തിപരമായ വിശ്വാസത്തോടെ നടത്തിയ സംഭാഷണം ഇത്തരത്തിൽ പുറത്തു വന്നത് തന്നെ ഏറെ വേദനിപ്പിച്ചുവെന്നും രമേഷ് പിഷാരടി പറഞ്ഞു. അതേസമയം സംഭാഷണത്തിനിടെ യാതൊരു പ്രകോപനവുമില്ലാതെ മാന്യമായി പ്രതികരിക്കുകയും വിഷയം അവസാനിപ്പിക്കുകയും ചെയ്ത ശ്വേതാ മേനോന്റെ സമീപനത്തെ നിരവധി പേർ അഭിനന്ദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല എന്ന അവരുടെ മറുപടിയും ഇപ്പോൾ വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുകയാണ്. ഒരു സ്വകാര്യ ഫോൺ സംഭാഷണം ഇങ്ങനെ പൊതു ചർച്ചയാകുന്നത് എത്രത്തോളം ശരിയാണ്? തമാശയുടെ അതിർവരമ്പുകൾ എവിടെയാണ് അവസാനിക്കേണ്ടത്? ഒരാളുടെ വാക്കുകൾക്ക് അതിനു പിന്നിലെ ഉദ്ദേശ്യമാണോ പ്രധാനമാകേണ്ടത്, അല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്ക് തോന്നുന്ന അർത്ഥമാണോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരേയൊരു ചർച്ചയാണ്, ഇത് വെറും തെറ്റിദ്ധാരണയോ അതോ അതിരുവിട്ട പരാമർശമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വിഷയത്തിൽ നിങ്ങൾ ആരുടെ നിലപാടിനോടാണ് യോജിക്കുന്നത്?
പ്രേക്ഷകർക്ക് അഭിപ്രായം പറയാം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.